ആദ്യമായിട്ടാ സുരേഷ് ഗുഡ് നൈറ്റ് പറയാതെ ലൈറ്റ് ഓഫ് ചെയ്തത്. രണ്ട് കാര്യങ്ങൾ ഉറപ്പാ. അതിലൊന്ന്, സുരേഷ് ഞങ്ങളുടെ ബുൾബുളും ഒരിക്കലും ചേരില്ല എന്നുള്ളത്. പിന്നെ രണ്ടാമത്തേത്, പ്രിയയുടെ സുരേഷിന്റെ ഇടയിൽ പരസ്പരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രണയം തീർച്ചയായും ഉണ്ട്. അതുകൊണ്ടല്ലേ പ്രിയയുടെ സന്തോഷത്തിനായി സുരേഷ് എന്തും ചെയ്യാൻ തയ്യാറാവുന്നത്. മാത്രമല്ല, പ്രിയയും സുരേഷിനെ എത്ര കെയർ ചെയ്യുന്നു. ചിലപ്പോൾ ഇതുകൊണ്ടാവും ഇതുവരെ മറ്റാരുമായും എൻ്റെ പ്രിയയുടെ ബന്ധം ചേരാത്തത്. ഇനി ചിലപ്പോ ഇവൾക്ക് സുരേഷിനെയാവും വിധിച്ചിരിക്കുന്നത്. അച്ഛമ്മ പ്ലീസ്, എന്റെ മൂടൊട്ട് ശരിയല്ല. എന്നോട് ജോക്കൊന്ന് പറയല്ലേ. അല്ല, എനിക്കും ജോക്ക് പറയാനുള്ള മൂടൊന്നുമില്ല. ഞാനിപ്പോൾ അബിയുടെ ലൈവ് പ്രോഗ്രാം കാണിച്ച് നിന്റെ മൂഡ് ശരിയാക്കാനാ ഇങ്ങോട്ട് വന്നത്. അച്ഛമ്മ ഇങ്ങനെ കാണാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഞാൻ ലൈവ് കൺസേർട്ടിന് പോയത്? എനിക്ക് അബിയെ അടുത്ത് നിന്ന് കാണുമായിരുന്നു. ആ സുരേഷ എല്ലാം നശിപ്പിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ കാണണ്ട, ഞാൻ കണ്ടോളാം. ആഹാ, എത്ര സുന്ദരനായിരിക്കുന്നു. നന്നായി പാടുന്നു. എല്ലാരും അയാളുടെ പാട്ട് കേട്ട് സ്വയം മറന്നുപോകും. എന്തൊരു ശബ്ദമാ. അച്ഛമ്മ ഞാനും കൂടെ ഒന്ന് കണ്ടോട്ടെ. എത്ര ലക്കി ആയിരിക്കും അല്ലേ? ദാ ഇതാ കുട്ടി. ആര്? ലക്കി ഗേൾ. നീ ഒരു കാര്യം ചെയ്യ്, സൈഡ് എടുത്ത് ഓടിച്ചു പോ. കണ്ടോ കണ്ടോ നീ, അവൻ വീണ്ടും റൂൾസ് തെറ്റിച്ചു. അവൻ സിഗ്നൽ തെറ്റിച്ചു. അവൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഈ കംപ്ലൈന്റ് ഒക്കെ പിന്നെ കൊടുക്കാം. ആദ്യം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവനെ ഞാൻ വെറുതെ വിടത്തില്ല. ആന്റി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. വണ്ടി എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിന്റെ ചക്കട സ്കൂട്ടർ കാരണം എപ്പോഴും ലേറ്റാ. മതിയടാ, നീ ഒന്ന്. വണ്ടിയൊക്കെ എപ്പോഴും എത്തിയിട്ടുണ്ടാവും. ആന്റി വന്നിട്ടുണ്ടാവും. ഇല്ല അരവിന്ദ്, ഇവിടെങ്ങും ഇല്ല. കമ്പാർട്ട്മെന്റ് തന്നെയാണ്. കമ്പാർട്ട്മെന്റ് ഒക്കെ ഇത് തന്നെയാ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ആന്റി അവിടെ പോയി. നോക്കയാളെ. എന്താ? വാ വാ ചേട്ടാ, പറയുന്നത് കൊണ്ട് വിഷമം തോന്നല്ലേ? ഇങ്ങനെയാണോ തൂത്തു വരുന്നത്? ഇപ്പൊ കൊണ്ടുവരാം. ഇതിനർത്ഥം നമ്മളെല്ലാരും ഒരുപോലെയാണ് ചിന്തിച്ചത്. സുരേഷും പ്രിയയും സത്യത്തിൽ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നോക്ക്, പുതിയ ന്യൂസിൽ എന്താ കാണിക്കുന്നതെന്ന്. അബിയുടെ വീട്ടിൽ കല്യാണം. എന്താ? അവൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇല്ല. ഏയ് അല്ലല്ല, അവൻ പറയുവാ അവന്റെ വീട്ടിൽ നിന്ന് ലൈവ് ഉണ്ടാകുന്നു. വേഗം പോയി ടിവി ഓൺ ആക്ക്. ന്യൂസ് കാണാൻ പറ്റില്ല. എനിക്കറിയോ റിമോട്ട് എവിടെയാ വെച്ചതെന്ന്. റിമോട്ട് എപ്പോഴും അമ്മയുടെ കയ്യിലല്ലേ ഉള്ളത്. ഇപ്പൊ എല്ലാം കഴിയും പെട്ടെന്ന്. വന്നു. I love my brother. And we're gonna rock on his engagement. All right. Thank you. അച്ഛമ്മ വെറുതെ ഞങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞു. കല്യാണം അബിയുടെ അല്ല, വേറെ ആരുടെയാ? അത് ആകാശാണ്. ബ്ലൂ കളർ ഷെർവാനിയിൽ
അബിയുടെ കസിൻ. ഓ രചന ചേച്ചി ഞങ്ങളെ പോലെ അബിയുടെ ഡൈഹാർഡ് ഫാനായി മാറിയിട്ടുണ്ട് അച്ഛമ്മേ. നിങ്ങൾക്കറിയോ ആകാശ് ആരെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്? ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരന്റെ മോളെയാ. സഹോദരന്റെ കല്യാണത്തിന് ഇത്രയൊക്കെ ചെയ്യുമെങ്കിൽ അവൻ സ്വന്തം കല്യാണത്തിന് എന്തൊക്കെ ചെയ്യും? സാർ ഇത്രയും നേരം എവിടെയായിരുന്നു? എല്ലാവരും സാറിനെ നോക്കിയിരിക്കുകയാണ്. കണ്ടിട്ട് തോന്നുന്നു ആകാശിന്റെ അല്ല സാറിന്റെ നിശ്ചയമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ലേറ്റായി വന്നത്. കാരണം ഇന്ന് അവന്റെ ദിവസമാണ്. ഞാൻ അവന്റെ ഇമ്പോർട്ടൻസ് പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വരൂ. ഫാമിലി ഫംഗ്ഷനെങ്കിലും സമയത്തിന് വന്നുകൂടെ? മിസ്റ്റർ കപൂർ. ഹലോ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. മിസ്സസ് കപൂർ, മൈ Nice നെഫ്യൂ to meet you. അബി. ഈ റോക്ക് സ്റ്റാറിനെ ആരാ അറിയാത്തത്? എന്നാ ഞാൻ പിന്നെ വരാം. ഇത് നിനക്ക് വേണ്ടി ഈ കൊണ്ടുവന്നല്ലേ, നീ ചേച്ചി വെച്ചോ. പറയുന്ന കേക്ക്. ഏത് കണ്ണു പൊട്ടിക്കാളുടെ സ്നേഹം മനസ്സിലാവും. ഈ മോതിരം നിന്റെ കയ്യിൽ വെച്ചോ. എന്നിട്ട് പ്ലീസ് ഫോർ ഗോഡ് സേക്ക് അയാളെ പേടിപ്പിക്കുന്നതൊന്ന് നിർത്ത്. ഇല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ കഴിയാത്ത പോലെ കല്യാണം കഴിഞ്ഞാലും പറയാൻ കഴിയില്ല. ഏയ്. അരവിന്ദ്, എന്തായി? എടാ മോതിരം കൊടുത്തോ? ഞാൻ കൊടുത്തു. ബുൾബുളിന് മോതിരം കൊടുത്തു. ശരിക്കും നീ നേരിട്ട് ബുൾബുളിനല്ലേ കൊടുത്തത്? അങ്ങനെ തന്നെ കരുതിക്കോ. കരുതിക്കോന്ന് പറഞ്ഞ അത് എടാ, ഞാൻ ആദ്യം പ്രിയയെ കാണിച്ചു. എടാ വീണ്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ബുൾബുളിന് കൊടുത്തു. അവളെ ട്രൈ ചെയ്തു, പക്ഷെ അത് പാകമായില്ല. പക്ഷെ പ്രിയയ്ക്ക് അത് ശരിക്കും പാകമായി. അവരത് മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു. ബ്രോ, നീ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇനി എന്ത് കൺഫ്യൂഷൻ? ബുൾബുൾ എന്നോട് ചോദിച്ചു, ഞാൻ അവളോട് പറയുകയും ചെയ്തു, ഞാൻ നിനക്ക് വേണ്ടിയാണ് മോതിരം വാങ്ങിയതെന്ന്. പക്ഷെ പ്രിയക്ക് മുന്നിൽ വെച്ച് എന്നെ ബുൾബുളിനെ പ്രപ്പോസ് ചെയ്തു. കാര്യം നിന്റെ ഫ്രണ്ടൊക്കെയാ, പക്ഷെ അവളുടെ ചേച്ചിയല്ലേ. ബ്രോ, നാണമായി കാണും ബുൾബുളിന്. അതെടാ, അവള് കുറച്ച് നാണിച്ചു. അവള് അങ്ങ് നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അവൾ അത് പറഞ്ഞു, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, എന്തൊരു ഭംഗിയാന്ന്. പിന്നെന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ ഹൃദയം കീഴടക്കിയെന്ന്. എന്താ? ഞാൻ പറഞ്ഞില്ലടാ, അങ്ങനെ തന്നെ സംഭവിച്ചു. നേരെ മാമന്റെ കടയിലേക്ക് വിട്, അടിച്ച് പൊളിക്കാം. വണ്ടി എടുക്കടാ. ശരി, വാടാ, വണ്ടി എടുക്കടാ. സുരേഷിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? കണ്ടില്ലേ തുണി മടക്കുന്നത്? ഓഹോ, റിങ് വരെ കാര്യങ്ങളെത്തി. നീ ഇങ്ങനെ നാണം കൊടുക്കലൊന്ന് നിർത്ത്. അത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ. ഇത് അലമാരി എനിക്ക് വെക്കാം. വേണ്ടി എന്തിനാണ് റിങ് കൊണ്ടുവരുന്നത്? ഓ, അത് ഞാൻ കളിയാക്കുന്നതിനായിരിക്കും. അല്ലല്ല, അത് ഞാൻ അയാളുടെ ഡ്രസ്സിംഗ് സെൻസ് മോശമാണെന്ന് പറഞ്ഞതിനായിരിക്കും. നോ 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 നോ, അയാളുടെ ബോഡി ലാംഗ്വേജ് ഫണ്ണിയാണെന്ന് പറഞ്ഞതിനായിരിക്കും. അതാ അല്ലേ? ചേച്ചി ചേച്ചി, ആ റിങ് നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നത്. പാവം പേടിച്ചു പോയിട്ട് നിനക്ക് തരുന്നതിന് പകരം എനിക്ക് തന്നു. നിനക്കറിയാമോ അയാൾക്ക് നിന്നെ എന്ത് ഇഷ്ടാണെന്ന്? ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. അന്ന് നിന്റെ കല്യാണ ദിവസം എത്ര വിഷമിച്ചാണ് നിന്നത്. ഇന്ന് നിന്റെ പ്രോബ്ലംസ് സ്വന്തം പ്രോബ്ലമായി കരുതി സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു നോട്ടം കാണാൻ വേണ്ടി ദിവസം രാത്രി 10 മണിക്ക് ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞിട്ടില്ലേ? നിർത്തുന്നുണ്ടോ? ചേച്ചി, അയാൾക്കുട്ടും ധൈര്യമില്ലത് പറയാൻ. പക്ഷേ നിന്നെ സ്വന്തമാക്കാൻ കിട്ടുന്ന ഒരു അവസരം വിട്ടുകളയാനും വയ്യല്ലോ. ജോലിയുണ്ട്. ചേച്ചി നിക്ക്. നാണമില്ലടാ നിനക്ക് മോഷ്ടിക്കാൻ? നീ എന്ത് വിചാരിച്ചടാ ഞങ്ങൾ കാണത്തില്ലെന്നോ? ഞാനൊന്നും ചെയ്തില്ല സാർ. നീ ഒന്നും ചെയ്തില്ലേ? പോലീസിനെ വിളിക്ക് പോലീസിനെ. എന്തിനാ തല്ലുന്നോ? ഇത് കണ്ടോ? ഇവനത് മോഷ്ടിക്കാൻ നോക്കുമായിരുന്നു. പട്ടാപ്പകല് മോഷണം, അത് നിങ്ങളുടെ കൺമുന്നിൽ. എന്നിട്ട് നിങ്ങൾ ആരും അത് അറിഞ്ഞത് പോലുമില്ല. നിന്റെ സുരേഷ് ഹീറോ ആയല്ലോ. ഇവിടെ പട്ടാപ്പകല് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ മോഷണം നടക്കുന്നു. എന്നിട്ട് ചേച്ചി നിങ്ങളൊക്കെ എന്തൊരു റൊമാൻസ് ആണ് ചേച്ചി. നീ കുറച്ച് റൊമാൻറ്റിക് ആയിക്കോ. ഈ മോതിരം കാണിച്ച് കുറച്ച് കൂടുന്നുണ്ട്. എവിടെ പോവാടാ നീ? നിന്നെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കാം. പക്ഷെ നിന്റെ സമയം കൊള്ളാവടാ. ഇന്ന് ഞാൻ സന്തോഷവാനാ. അതെന്താന്നറിയാവോ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവൾ എന്റെ റിങ് അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടുക. ഇനി നീ മോഷണം നടത്തുന്ന എങ്ങനെ കണ്ട എന്റെ തനി നിറം നീ കാണും. ഈ സാധനം കൂടി എടുത്തോണ്ട് പോടാ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇന്ന് എനിക്ക് കിട്ടുന്ന സന്തോഷം അത് എനിക്ക് ഒരിക്കലും ഇല്ലാതാകരുതേ എന്ന്.
എനിക്ക് വേണ്ടിയുള്ളയാൾ ഓരോ ചുവടിലും എന്നോടൊപ്പം ഉണ്ടാവണേന്ന്. ആ, ആ, ആ.